ശിവാനിയെ കണ്ടെത്തിയ പിച്ചള ശിവ ജീവനോടെയുണ്ടെന്നറിയുന്നു. പക്ഷെ മനസ്സിൽ ആശിച്ചിരുന്നു. പിച്ചളയോട് മാപ്പ് അപേക്ഷിക്കുന്ന ശിവ. ശിവാനി കേസുകളിലാണല്ലോ. ശിവയെ മുന്നിൽ കൊണ്ടുവന്നാൽ ബാലനും പിച്ചളയ്ക്കും കേസിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് മുംതാസ്. മനസ്സിനെ കാണാനെത്തുന്ന ശിവ. തുടർന്ന് കാണുക. ഓർത്തിരിക്കാൻ ഒത്തിരി നല്ല മുഹൂർത്തങ്ങളുണ്ടല്ലോ നമ്മുടേതായിട്ട്. അതും മതി സിജ, അതും മതി. അർഹതയില്ലെങ്കിലും പറയോ, ചെയ്തു പോയ സകലതിനും പാപം. മനസ്സും മന്ത്രിക്കുന്നത് കേൾക്കാനാവും എനിക്ക്. ശിവാനി, ശിവ എല്ലാ തരത്തിലും അടഞ്ഞ അധ്യായായിരുന്നു. വിചാരിച്ചിരുന്നേയില്ല ശിവയെ എങ്ങനെ കണ്ടെത്താനാവുന്നു. അറപ്പും വെറുപ്പുമായിരുന്നു ആദ്യം ഉള്ളിലുണ്ടായിരുന്നത്. പിന്നെ ഒന്നിനും പറ്റാത്ത കിടപ്പ് കണ്ടപ്പം ശിവയും ശിവാനിയും സത്യത്തിൽ മരിച്ചവരാണ്. അതിന്റെ കേസുകളാണ് എന്റെയും മനസ്സുജമ്പായിന്റെയും ബാലേട്ടന്റെയും തലയിൽ കെട്ടിവെക്കപ്പെട്ടത്. ശിവ രംഗപ്രവേശനം ചെയ്യുന്നതോടെ ആ കേസ് അസാധുവും. പിന്നെ ഒരേ ഒരു കേസേ മനസ്സുജമ്പായുടെ പേരിലുണ്ടാവൂ, മതികലയെ കൊന്ന കേസ്. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി. അല്ലെങ്കിൽ ചത്തു മണ്ണടിഞ്ഞെന്ന് കരുതിയ ശിവയെ ഇപ്പൊ കൺമുന്നിൽ കാണേണ്ടി വരില്ലായിരുന്നല്ലോ. ശിവാനിയെയും ശിവയും മനസ്സുജമ്പായുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത് എന്തുകൊണ്ട് നല്ല കാര്യം തന്നെ. മനസ്സുജമ്പായിക്ക് ജീവനായിരുന്നു ഈ ശിവയെ പണ്ട്. പക്ഷെ ശിവ അവസാന നാളുകളിൽ മനുഷ്യനല്ലാതായി മാറി. മതികലയ്ക്ക് വേണ്ടി കുരയ്ക്കാനും കടിക്കാനും നടക്കുന്ന ഒരു കാവൽ നായ്ക്ക് സമമായിരുന്നു ശിവ. ദുഷ്ടത്തരത്തിന്റെ ആ വൻമരം മുറിച്ചു മാറ്റണമെന്ന് മനസ്സുജമ്പായി തീരുമാനിച്ചപ്പം ഞാനും ഒപ്പം നിന്നു. അതെല്ലാ രീതിയിലും വലിയൊരു ശരി തന്നെയായിരുന്നു. ശിവയ്ക്ക് മാപ്പ് കൊടുക്കേണ്ടത് മനസ്സുജമ്പായി. അതുകൊണ്ടാണ് അവരെ ഞാൻ നേരെ അങ്ങോട്ടേക്ക് അയച്ചത്. അവർക്കിടയിലെ മഞ്ഞ് അങ്ങനെ ഉരുകി തീരട്ടെ എന്ന് വിചാരിച്ചു. നോക്കാം. പോലീസ് മാഡം, ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത്. പോലീസ് എന്തിനാവും അവിടേക്ക് കയറിപ്പോയത്? അതെ, നമുക്ക് പോലീസിനോട് നടന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് മണിക്കുട്ടി അവരെ ഏൽപ്പിച്ചാലോ? ഐരാവതൻ നമ്മളെയും തിരഞ്ഞ് 4 പാടും ചുറ്റിത്തിരിയുമ്പോ ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാതെ നമ്മൾ എത്ര നാൾ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കും? കഞ്ചേച്ചി, ആ പോലീസ് നിങ്ങളെ 2 ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ പിന്നെ എനിക്കും മണിക്കുട്ടിക്കും പിന്നെ ആരാ ഉള്ളത്? അത് ആ പോലീസ് ഒരു സ്ത്രീയല്ലേ?
ചിലപ്പോ ദയ കാണിച്ചാലോ? ആണായാലും പെണ്ണായാലും പോലീസല്ലേ കനി, സൂക്ഷിക്കണം. എല്ലാ പോലീസും നീലാംബരി മേഡത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ടല്ലേ അറസ്റ്റിലായിട്ടും നീലാംബരി മേഡം ഐരാവതനും വേഗം തന്നെ പുറത്തു വന്നത്. അതെ, മണിക്കുട്ടിയെ കൊടുത്താ അവര് ചിലപ്പോ പഴയ സ്ഥലത്ത് തന്നെ എത്തിക്കും. വേണ്ട കഞ്ചേച്ചി. കനി, ഇതൊക്കെ അവരുടെ സ്ഥലമാണ്, ചുറ്റും അവരുടെ ആൾക്കാരും. നമ്മളെ പോലീസ് പിടിച്ചാലും സാരമില്ല, ഉണ്ണിക്കുട്ടനും മണിക്കുട്ടിയും അവരുടെ കൈ പെടരുത്. ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല. മണിക്കുട്ടിയെ രക്ഷിച്ച് വീട്ടിലെത്തിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ ചിന്തിച്ചത്. നമുക്ക് തന്നെ മണിക്കുട്ടിയുടെ വീട് എവിടെയാന്ന് കണ്ടുപിടിക്കാം. അൻപണ്ണനെയും കഞ്ചേച്ചിയും രക്ഷിക്കാത്ത പോലീസിനെ വിശ്വസിക്കണ്ട. ഉണ്ണിക്കുട്ട, മാറിയും മറിഞ്ഞും പിന്നെയും പിന്നെയും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്ന ശിവാനി കേസ് ഇതോടെ ഫുൾ സ്റ്റോപ്പായി. സ്വർണപാത്രം കൊണ്ട് മൂടി വെച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരുമെന്ന് പറയുന്നത് ഇതാണ്. അവസാനം എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. ഈ കേസിൽ നിന്ന് ബാലേട്ടനും പിച്ചളണ്ണനും സിജണ്ണനും ഒക്കെ ഒഴിവാവും. പക്ഷേ ശിവേണ്ണന് ശിക്ഷ കിട്ടും. ഇതിലും വലിയ എന്ത് ശിക്ഷയാ ഇനി ശിവയ്ക്ക് കിട്ടാനുള്ളത്? അതെ, മുംതാസ് മാഡം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാ. ഇതിലും വലിയൊരു ശിക്ഷ എനിക്കിനി കിട്ടാനില്ല. ഒക്കുമെങ്കിൽ ഒരു ശിക്ഷ വിധിക്കാം. ഇങ്ങനെ അധികം കിടത്താതെ ഒന്ന് തീർത്തു തന്നേക്ക്. ശിവണ്ണ തെറ്റുകളിലൂടെ ഒത്തിരി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ആർക്കും ഭാരമായി നിന്നിട്ടില്ല ശിവ. പക്ഷെ ഇപ്പോ ശിവേണ്ണ ഒരു ഭാരമായി തീർന്നു എന്നാണോ പറയുന്നത്? ആർക്ക് ഭാരമായി തീർന്നു? എനിക്കോ? എനിക്കിനി ഒരു ജീവിതം ഇല്ല. നീ അങ്ങനെയല്ല. ഈ പാഴ്വസ്തുവിനെ നോക്കി നിന്ന് നിന്റെ ജീവിതം പാഴാക്കണോ? ശിവണ്ണ, ശിവാനി, നിന്റെ മുന്നിൽ വിശാലമായൊരു ജീവിതം ബാക്കിയുണ്ട്. ജീവിതം പാതി വഴിയിലെറിഞ്ഞുടച്ചവനാ ഞാൻ. ഇങ്ങനെ ഒരു അബദ്ധം നിനക്ക് പറ്റരുത്. ശിവണ്ണ എന്തൊക്കെയാ പറയുന്നത്? ചില സത്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. അങ്ങനെ തിരിച്ചറിഞ്ഞത് കൊണ്ടാ കേസുകൾ രാജിയാക്കാൻ വേണ്ടി ഞാൻ മുൻകൈയെടുത്തു. ഇപ്പൊ മനസ്സാകെ കുളിർത്തു. ഞാൻ ചെയ്തു കൂട്ടി എല്ലാ തെറ്റുകൾക്കുള്ള മാപ്പിരക്കൽ കൂടിയായിട്ടാ ഞാനിതിനെ കാണുന്നത്. ഇതോടെ എല്ലാവരും കേസിൽ നിന്ന് ഒഴിവാവുമല്ലോ. തീർച്ചയായും. ഈയൊരവസ്ഥയിലും ശിവ കാണിച്ചത് മഹത്തായ ഒരു കാര്യമാണ്. ബാലനും പിച്ചളയും ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തരാകും. മനസിജനും ഈ കേസിൽ നിന്ന് ഒഴിവാവും. പിന്നെ മതികലയെ കൊന്നത് മാത്രമാണ് മനസിജന് ബാക്കിയാവുന്ന കേസ്. മരണത്തിനും ജീവിതത്തിനിടയിലുള്ള ഈ കിടപ്പിലും എന്റെ പ്രാർത്ഥന കുഞ്ഞുമണിയെ സിജനെ തിരിച്ചു കിട്ടണേ എന്ന. കിട്ടും. കുഞ്ഞുമണിയെ സിജന് തിരിച്ചു കിട്ടും. ഒരിക്കലും തിരികെ വരില്ലെന്ന് കരുതിയ ശിവ തിരികെ എത്തിയില്ലേ? മരിച്ചെന്ന് കരുതിയ ശിവാനി ജീവനോടെ വന്നില്ലേ? അങ്ങനെ ഒരു അത്ഭുതം കുഞ്ഞുമണിയുടെ കാര്യത്തിന് സംഭവിക്കും. ഈ കേസ് ക്ലോസ് ചെയ്യാൻ കുറച്ച് ഫോർമാലിറ്റീസ് കൂടി പൂർത്തിയാക്കാനുണ്ട്. ഞാൻ വരട്ടെ. ഹലോ ചേച്ചി, പോലീസ് ആ വീട്ടിൽ വന്ന് എന്തിനായിരിക്കും ചേച്ചി? അൻപണ്ണ, എനിക്ക് പേടിയാവുന്നു. എന്തിന്? ആ
വീട്ടിലുള്ളവര് നമ്മളെ കുറിച്ച് എന്തെങ്കിലും വിവരം പോലീസിനോട് പറഞ്ഞിട്ടുണ്ടാവോ? നമ്മളെ പിടിക്കാൻ വേണ്ടി പോലീസിനെ അവർ വിളിച്ചു വരുത്തിയതായിരിക്കും അൻപണ്ണ. നിങ്ങൾ രണ്ടാളും കൂടി എന്നെയും പേടിപ്പിക്കുകയാണോ? പോലീസ് ആ വീട്ടിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വന്നതായിരിക്കും. അൻപണ്ണ, അവരിങ്ങോട്ട് നോക്കുന്നുണ്ട്. ആ ശരി. പോട്ടെ. വണ്ടി എടുക്കും. അൻപണ്ണ, ബ്രോക്കർ നമ്മളെ വിശ്വസിച്ചെങ്കിലും മറ്റുള്ളവര് അങ്ങനെ ആവണമെന്നില്ല. ഇങ്ങനൊരു വീട്ടില് അടച്ചുപൂട്ടിയിരിക്കല്ലേ നമ്മള്. ആ വീട്ടിലുള്ളവർക്ക് ചിലപ്പോ സംശയം തോന്നിയിട്ടുണ്ടാവും. അൻപണ്ണ, പോലീസ് വന്നു കയറിയാൽ അവര് നമ്മളെ പിടിക്കും. എന്നെ മണിക്കുട്ടിയെ അവര് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങും. നമ്മൾ രണ്ടു വഴിക്കാവില്ല അൻപണ്ണ. ആ വീട്ടിലുള്ളവര് നമ്മളെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അവരാരാണെന്ന് നമുക്കും അറിയില്ലല്ലോ. നീലാംബരി മേഡം പിന്നാലെ വരുമെന്നുള്ള പേടി ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അൻപണ്ണ, പോലീസിനെ നമുക്ക് വിശ്വസിക്കാനാവില്ല. SI ബലരാമൻ നീലാംബരിയുടെ വലങ്കൈയല്ലേ. പോലീസ് എപ്പോഴും നീലാംബരിയുടെ പക്ഷത്തെ നിൽക്കൂ. അവര് പിടിച്ചാ പിന്നെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ലല്ലോ അൻപണ്ണ. അപ്പുറത്തെ വീട്ടിലൊരു പോലീസ് വണ്ടി വന്നെന്നും പറഞ്ഞ് നമ്മളിപ്പോൾ എന്താ വേണ്ടേ? ഈ വീട്ടിൽ നിന്ന് മാറണോ? പറയും. അതല്ല അൻപണ്ണ, അങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നതിന് മുൻപ് മണിക്കുട്ടിയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇവയെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല അൻപണ്ണ. അതുപോലെ മണിക്കുട്ടിയെ അവളുടെ പ്രിയപ്പെട്ടവരുടെ കയ്യിലെത്തിക്കാനുള്ള ഒരു സാവകാശം കിട്ടിയാൽ മതിയായിരുന്നു. പാവം. പേടിക്കണ്ട കേട്ടോ, നിന്നെ ഉറപ്പായിട്ട് നിന്റെ വീട്ടിലെത്തിക്കും. നെഞ്ചത്തുണ്ടായിരുന്ന വലിയ കല്ല് എടുത്തു മാറ്റിയപ്പോഴുള്ള ആശ്വാസമാണ് ഇപ്പൊ തോന്നുന്നത്. എന്തായാലും വലിയ ഭാരം ഒഴിവായല്ലോ. ഇനി അങ്ങ് ഒടുങ്ങിയാലും സാരമില്ല. ശിവണ്ണ, നീ പേടിക്കണ്ട. അങ്ങനെയൊന്നും ഈ നരകത്തിൽ നിന്ന് ദൈവം എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവില്ല. എല്ലാം ഇവിടെ തന്നെ അനുഭവിച്ച് തീർത്തേ മതിയാവും. ഇങ്ങനെ കിടക്കുമ്പോഴാ കാണിച്ചതിനൊന്നും ഒരർത്ഥമില്ലെന്ന് ബോധ്യമാവുന്ന. എന്റെ ജീവിതത്തിൽ ഓർക്കാൻ ഇത്തിരിയെങ്കിലും സുഖമുള്ള കാര്യങ്ങളുള്ളത് സിജനോടൊപ്പമുള്ള ആ പഴയ കാലം മാത്രം. ചങ്കം കരളുമായി ഒന്നായി നടന്ന കാലം. ഞാൻ തന്നെയാ എല്ലാം നശിപ്പിച്ചത്. പ്രായശ്ചിത്തം പോലെ എന്തെങ്കിലും ചെയ്യാനായല്ലോ. ജീവിതത്തിൽ പറ്റിപ്പിടിച്ച കറയുടെ ഒരു ഭാഗം മാഞ്ഞുപോയി എന്ന് കരുതാം. സിജണ്ണനോടും വയലൂരം വീട്ടുകാരോട് കാണിച്ച ദ്രോഹങ്ങളെ വെച്ച് നോക്കുമ്പോ നമ്മൾ ചെയ്ത ഈ കാര്യം കടലില് കായം കലക്കിയതുപോലെ ഉള്ളൂ ശിവണ്ണ. ഒന്നുമല്ല, ഒന്നും. ശിവേണനെ കാണാതായപ്പോ ആരും ഇല്ലാതായ എനിക്ക് തുണയായി നിന്നത് സിജണ്ണന്. ശിവേണ്ണൻ കാണിച്ച ദ്രോഹങ്ങളുടെ വേദനകൾ ഉള്ളിൽ ഒതുക്കി പിടിച്ച് വയലൂരും വീട്ടുകാരും സ്വന്തം പോലെ എന്നെ സ്നേഹിച്ചു. അവരെയൊക്കെ ഞാൻ വിധി ഓരോ സമയത്തും നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കും. നമ്മളായിട്ട് ഓരോന്ന് ചെയ്തു വെച്ചിട്ട് വിധിയെയും തലയെഴുത്തിനെയും പഴിക്കുന്ന എന്തിനാ? നമ്മുടെ പിടിപ്പുകേട എല്ലാം ഉണ്ടാക്കി വെച്ചത്. ശിവണ്ണ അറിയാവോ, എന്റെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ ഉത്സാഹം കാണിച്ചത് വയലൂരം വീട്ടുകാരാ. ലോകത്ത് അങ്ങനെ ആരും സ്നേഹം കാണിക്കില്ല.
സ്നേഹക്കൂട്ടിൽ എത്തിപ്പെടാന്ന് പറഞ്ഞ മഹാഭാഗ്യ. അതില്ലാതാവാൻ ഒരു നിമിഷം മതി. ഞാൻ അതാണല്ലോ ചെയ്തത്. ഈ വൈകിയ വേളയിലാണെങ്കിലും തെറ്റ് തിരുത്താനായല്ലോ നമുക്ക്. സിജനോടെല്ലാം പറയാൻ പറ്റിയല്ലോ. ആ കാലിൽ വീണ് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു. ഒന്ന് കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിലെ സ്നേഹത്തിന്റെ ചൂട് ഒന്നറിയണമെന്നുണ്ടായിരുന്നു. പക്ഷെ നേരെ പറഞ്ഞില്ലെങ്കിലും സിജണ്ണ പുറത്തിട്ടുണ്ട് നമ്മളോട്. സിജണ്ണന്റെ കണ്ണുകളിൽ അതുണ്ടായിരുന്നു. ശിവാനി, പിച്ചളയോ? പിച്ചളയ്ക്ക് വേണ്ടിയല്ല, സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാ ത്യാഗങ്ങൾ ചെയ്യുന്ന. അങ്ങനെയുള്ള പിച്ചളയെ ജീവിതത്തിൽ തുണയായി കിട്ടിയ അതൊരു ഭാഗ്യം തന്നെയാ. മോളെ, പിച്ചളയോട് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ശിവണ്ണ, മുമ്പൊരിക്കൽ ഈ കഴുത്തിൽ താലിച്ചരട് വീഴാനിരുന്നയാണല്ലോ. പാതിയിൽ മുറിഞ്ഞുപോയ ആ ബന്ധം എന്തുകൊണ്ട് വീണ്ടും വിളക്കി ചേർത്തുകൂടാ? ശിവണ്ണ, അത് ശിവാനി, നീ നിന്റെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കും. അനുഭവങ്ങളിൽ നിന്ന് പഠിക്കണം. വേണ്ടാന്ന് വെക്കാനും ഇട്ടെറിഞ്ഞ് പോകാനും നിഷ്പ്രയാസം കഴിയും. കിട്ടാനാ മോളെ പാട്. പിച്ചളാണെന്റെ സ്നേഹം ഞാൻ അറിഞ്ഞതാ. അവിടെ എല്ലാം കൊണ്ട് സുരക്ഷിതയായിരുന്നു ഞാൻ. ഞാൻ ഇപ്പോഴും അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ സിജണ്ണന്റെ മാത്രമല്ല, പിച്ചളാണ് എന്റെ മനസ്സ് കുത്തിക്കീറിയ അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഒരു അനിയത്തിക്കുട്ടിയോടെന്ന പോലെ സിജണ്ണ എന്നോട് ക്ഷമിക്കും. എന്നാ പിച്ചളയണ്ണൻ ക്ഷമിക്കുമെന്ന് എനിക്കറിയില്ല. അതെന്താ? പിച്ചളയണ്ണൻ അങ്ങനെയാ. സ്നേഹിക്കുന്നത് അങ്ങേയറ്റവാ. അതിന് അതിർവരുമ്പുകളൊന്നും ഉണ്ടാവില്ല. വെറുപ്പിനും അതുപോലെയാ. എന്തായാലും ഇപ്പൊ പിച്ചളയണ്ണനോട് ഒന്നും പറയാൻ പറ്റില്ല. അതിനുള്ള സമയമല്ല ഇത്. ആ മനസ്സിലിപ്പോ കുഞ്ഞുമണി മാത്രമേ ഉണ്ടാവൂ. കുഞ്ഞുമണിയെ കണ്ടെത്തട്ടെ ആദ്യം, എന്നിട്ട് മതി മറ്റു ചിന്തകളൊക്കെ. അൻപണ്ണ, ആരായിരിക്കും അൻപണ്ണ? അവരാരെങ്കിലും ആയിരിക്കോ? അൻപണ്ണ, എനിക്ക് പേടിയാവുന്നു. ഇത് അവര് തന്നെയാ. നമ്മൾ അവരുടെ കയ്യിൽ പെടുവോ അൻപണ്ണ? ഞാനൊന്ന് നോക്കട്ടെ. നല്ല ആൾക്കാരാ. ഈ വാതിൽ ചവിട്ടി പൊളിച്ചാൽ പോലും നിങ്ങളാരും അറിയത്തില്ലല്ലോ. തട്ടി വിളിച്ചെന്റെ കൈ പോയി. ഞങ്ങള് അടുക്കളയിലിരുന്നതാ. കുഞ്ഞിന്റെ ബഹളം കാരണം കേൾക്കാൻ പറ്റിയില്ല. എന്റെ ശീലം അങ്ങനെ. ഒരു വീടെടുത്ത് കൊടുത്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? നിങ്ങൾ ഞങ്ങളെ സഹായിച്ച ആളല്ലേ. എല്ലാരും ഉണ്ടല്ലോ. ആരും പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ലല്ലോ. അല്ല, വീട്ടിലിങ്ങനെ ചടഞ്ഞുകൂടിയിരുന്നാ ബോറടിക്കില്ലേ? പിള്ളേരൊക്കെ ഉള്ളതല്ലേ. ഇതുങ്ങളെയും കൊണ്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നേ. കുട്ടികളുടെ പാർക്കുണ്ട്, മൈതാനമുണ്ട്, പിന്നെ നല്ല ഒന്നാന്തരം നാടൻ ചന്തയുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയാലല്ലേ ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റൂ. ആ, ഇറങ്ങണം. അല്ല, ഒരു കുഞ്ഞുണ്ടായിരുന്നല്ലോ, അതെവിടെ? അകത്തുണ്ട്. മണിക്കുട്ടിക്ക് പനിയാ. ആ, അത് പറ. ആ, ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണം. വൈറൽ പനിയാ. എന്നിട്ട് നിങ്ങൾ ആശുപത്രിയിലൊന്നും കൊണ്ടുപോയില്ലേ? ഇല്ല. എന്നാ പിന്നെ പെട്ടെന്ന് കൊണ്ടുപോ. ഇല്ല, അത്രമാത്രമുള്ള പനിയൊന്നുമില്ല. ഈ കൊണസ്റ്റ് പിടിച്ച ആൾക്കാർക്കൊന്നും ഞാൻ വീടെടുത്ത് കൊടുക്കാറില്ല.
അഥവാ കൊടുത്താലും വീടിന് മേലുള്ള ഉത്തരവാദിത്വം ബ്രോക്കറായ എനിക്ക് തന്നെ. നിങ്ങളെന്തെങ്കിലും കൊണച്ചൊപ്പിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ജീവിതത്തിൽ വലിയ ഭാരവും ബാധ്യതകളുള്ളവരാണല്ലോ ഇതുപോലെ വാടക വീട്ടിൽ കയറി കിടക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരു നേരം പോലും വെറുതെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ജോലിക്കൊന്നും പോകുന്നില്ലേ? അല്ല, ജോലി ഉണ്ടെങ്കിലല്ലേ പണം കയ്യിൽ വരൂ. ഞാനും കനിയും ഒരു ഹോട്ടലിൽ പണിക്ക് ചെയ്യുന്നതാ. ഇനിയിപ്പോൾ ഇങ്ങോട്ട് മാറിയതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു പണി നോക്കണം. നോക്കണം. പണി ഉണ്ടെങ്കിലല്ലേ വരുമാനം ഉണ്ടാകൂ. ഇല്ലെങ്കിൽ പിള്ളാരെയും കൊണ്ട് ഇതിനകത്ത് കിടന്ന് ആത്മഹത്യ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയെന്ന് വരും. അത് പിന്നെ എനിക്ക് കുരിശാവേ. അയ്യോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലേ അൻപണ്ണ? ആ അതെ, ഞങ്ങളിപ്പോ ഇവിടെ കൈത്തൊഴിലൊക്കെ ചെയ്യുന്നുണ്ട്. അത് മതിയോ? നല്ലൊരു ജോലി വേണ്ടേ? നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ഞാനൊരു ജോലി ശരിയാക്കി തരാം. നിങ്ങളിങ്ങനെ ഇതിനകത്ത് അടച്ചു പൂട്ടിയിരിക്കുമ്പം എനിക്കൊരു വിഷമം. അയ്യോ വേണ്ട, ചേട്ടൻ വെറുതെ ബുദ്ധിമുട്ടണ്ട. അൻപഴകൻ എന്നല്ലേ പറഞ്ഞത്? അൻപഴകന് ഈ കയ്യും കാലും വെച്ച് ജോലിക്ക് പോകാൻ പ്രയാസമാണെങ്കിൽ ഇയാൾക്കൊരു ജോലി ശരിയാക്കി കൊടുക്കാം. അല്ല, നല്ല അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, ഇയാൾക്കൊരു ജോലി ശരിയാക്കി തരാന്ന്. അയ്യോ, കുഞ്ഞിനെ ഇവിടെ തനിച്ചാക്കി പോകാൻ പറ്റില്ല. അത്യാവശ്യം ചെറിയ പണിയൊക്കെ ഇവിടെ ഉണ്ട്, അത് മതി. അല്ല, ഇവനെ സ്കൂളിലൊന്നും പറഞ്ഞയക്കണം. പിള്ളേരെ പഠിപ്പിക്കണം. പഠിച്ച് പാസ്സായ തന്നെ ഒരു ജോലി കിട്ടാൻ വലിയ പാടാ ഇന്നത്തെ കാലത്ത്. അപ്പൊ പിന്നെ പഠിപ്പിച്ചില്ലെങ്കിലോ? അപ്പോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. ശരി. കുഞ്ഞു കിടന്ന് കരയുന്നു. ചെല്ല് ചെല്ല്. ശിവാനി ചേച്ചി നല്ല ആളാ. ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ ഈ വഴിക്ക് കണ്ടതേ ഇല്ലല്ലോ. എന്ത് കാര്യം? ആഹാ, മറന്നോ? അണ്ണനെ ഒഴിയാൻ നല്ലൊരു വൈദ്യരുണ്ടെന്നും കൂട്ടിക്കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? ഓ, ആ കാര്യം. ചേട്ടനെ വിശ്വസിച്ച ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ആ വിശ്വാസം ഞാൻ സംരക്ഷിക്കും. 2 ദിവസത്തിനകം വൈദ്യനെ ഞാനിവിടെ കൊണ്ടുവരും. ഇങ്ങനെ പറഞ്ഞ അന്നും പോയത്. പിന്നെ ആളെ കാണുന്നതേ ഇപ്പോഴാ. ഞാനേ വേറെ റൂട്ടിലായിപ്പോയി, അതാ പറ്റിയത്. ഈ വീട്ടിൽ താമസിക്കുന്നവരെ അന്വേഷിക്കാനാ ഞാൻ ഇപ്പൊ വന്നത്. അവർക്കെന്ത് പറ്റി? ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. ഒന്നും പറ്റാതിരിക്കാനാ ഒന്നിടവിട്ട് വന്ന് നോക്കുന്നത്. അപ്പാവികളാണെന്ന് കരുതിയാ അഡ്വാൻസ് ഒന്നും ഇല്ലാതെ വീട് ശരിയാക്കി കൊടുത്തത്. 2 കൊച്ചുങ്ങളുണ്ട് കൂടെ. പക്ഷേ ആരും പുറത്തിറങ്ങാറേയില്ല. അവിടെ പക്ഷെ അങ്ങനെ ആൾതാമസമൊന്നും ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. ഒച്ച എനക്കൊന്നും കേൾക്കാറുമില്ല. അത് തന്നെയാ കുഴപ്പം. ഇങ്ങനെ സദാസമയം അകത്തിരുന്നാലേ വല്ല സംഭവിച്ചു പോയാലേ ഞാൻ തൂങ്ങില്ലേ? ഇപ്പൊ ചേച്ചിയും പറഞ്ഞില്ലേ ഇവരെ പുറത്തങ്ങ് കാണാറില്ലെന്ന്. വല്ല സംശയവും തോന്നുന്നുണ്ടോ?